Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ബഡ്ജറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ഒരു ടോപ്പിക്കാണ്. മിക്കവാറും എല്ലാ എക്സാമുക്കും ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനും അതോടൊപ്പം SSCയും UPSCയും ധാരാളമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. ചെറിയ ടോപ്പിക് ആണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ അത് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ മെൻഷൻ അബൌട്ട് ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഇതാണ് നമുക്ക് ആദ്യമായി പഠിക്കണം. ഓർമ്മിക്കാം, ആർട്ടിക്കിൾ 112. ആർട്ടിക്കിൾ 112 ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 112 1/12 മറക്കരുത്. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യ മെൻഷൻ ഓഫ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 112 ഇനി വിച്ച് വേർഡ് യൂസ്ഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് എന്നൊരു വാക്ക് ഓർത്തുക. ഈ ബഡ്ജറ്റിന് പകരമായി നമ്മുടെ ഭരണഘടന ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് എന്ന് വെച്ചാൽ, നമ്മുടെ ഭരണഘടന ബഡ്ജറ്റ് എന്ന വാക്കില്ല. ബഡ്ജറ്റ് നമുക്കറിയാം, മുൻകാല ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഫെഡറലിസം എന്ന വാക്ക് ഭരണഘടനയിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇന്ത്യൻ ഭരണ ഒരു കോസി ഫെഡറലിസം ആണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ ബഡ്ജറ്റ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന പകരം അതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്നാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? അപ്പൊ മറക്കണ്ട, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബഡ്ജറ്റ്. അപ്പൊ ബഡ്ജറ്റിന് പകരം നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അറിയോ? ബഡ്ജറ്റ് ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിന് പകരം നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിന്റെ വാർഷിക വരവ് ചെലവ് കണക്കുകളാണ്. എക്സ്പെൻഡിച്ചർ ആൻഡ് റെസിപ്റ്റ് എന്നാണ്. എക്സ്പെൻഡിച്ചർ ആൻഡ് റെസിപ്റ്റ് ഓഫ് എ കൺട്രി. ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ വരവ് ചെലവ് കണക്കുകളെ നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബഡ്ജറ്റ് തന്നെ 3 തരത്തിൽ നമുക്ക് പറയാനുണ്ട്. പൊതുവെ ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിന് വരെ ഉപയോഗിക്കുന്ന വാക്യം പറഞ്ഞ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇതൊരു ടോട്ടൽ എന്താണ്? ഇറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ റെസിപ്റ്റ് ഓഫ് എ കൺട്രി ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ വരവ് ചെലവ് കണക്കുകളാണ് നമ്മൾ പൊതുവെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റ് നമുക്ക് 3 തരമായിട്ട് 3 തരം ബഡ്ജറ്റുകൾ പറഞ്ഞു. കൈൻഡ് ഓഫ് ബഡ്ജറ്റ് 3. ഒന്നിനെ നമ്മൾ പറയാം സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയാം. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മിച്ച ബഡ്ജറ്റ് ആണ്. മിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിച്ചം വെക്കുക, ബാക്കി ഉണ്ടാകും എന്ന് വെച്ചാൽ വരുമാനം കൂടുതലും ചെലവ് കുറവും. വരുമാനം കൂടുതലും റെസിപ്റ്റ് കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും. വരുമാനം കൂടുതലും ചിലവ് കുറവുമുള്ള ബഡ്ജറ്റിനെ നമ്മൾ എന്ത് പറയുക? സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? വരുമാനം കൂടുതലും ചിലവ് കുറവും, റെസിപ്റ്റ് കൂടുതലും റവന്യൂ കൂടുതലും അതേസമയം എക്സ്പെൻഡിച്ചർ കുറവും. ഇതിനാണ് നമ്മൾ സർപ്ലസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മൾ മിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ഡെഫിഷ്യന്റ് ബഡ്ജറ്റ് എന്ന് പറയാം. ഡെഫിഷ്യന്റ് ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ്. നമ്മൾ ഇടയ്ക്കൊക്കെ പത്രത്തിൽ കാണാറില്ലേ? ബഡ്ജറ്റ് കമ്മി കൂടി, ബഡ്ജറ്റ് കമ്മി കുറഞ്ഞു എന്ന് പൊതുവെ കാണാറില്ല. ബഡ്ജറ്റ് കമ്മി കൂടിയെന്ന് തന്നെ എപ്പോഴും കാണാം. അപ്പൊ കമ്മി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡെഫിഷ്യന്റ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ചെലവ് കൂടുതലും അതേസമയം റെസിപ്റ്റ് എന്ന് വെച്ചാൽ റവന്യൂ കുറവും. വരുമാനം കുറവും ചെലവ് കൂടുതലും. എന്ന് വെച്ചാൽ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവ് വരിക. അപ്പൊ എന്താണ്? കടം കൂടും. ആ കടത്തിന് നമ്മൾ കമ്മി ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെഫിഷ്യന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞത് ഏതാണ്? സർപ്ലസ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് വരുമാനം കൂടുതലും ചെലവ് കുറവും, അതാണ് നമ്മൾ സർപ്ലസ് അല്ലെങ്കിൽ മിച്ച ബഡ്ജറ്റ് എന്ന്. രണ്ടാമത് നമ്മൾ പറയുന്നത് ഡെഫിഷ്യന്റ് ബഡ്ജറ്റ്. ഡെഫിഷ്യന്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം കുറവും ചെലവ് കൂടുതലും. കിട്ടിയ റെസിപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ കുറവും അതേസമയം എക്സ്പെൻഡിച്ചർ കൂടുതലും. അതിനാണ് നമ്മൾ ഡെഫിഷ്യന്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് എന്ന്. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആണ്. ബാലൻസ്ഡ് സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയാം. കിട്ടിയ സന്തുലിത ബഡ്ജറ്റ് ആണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവും ഈക്വലാവും. വരവും ചെലവും ഈക്വലാവുന്ന ഒരു ബഡ്ജറ്റ് വളരെ സാധ്യത കുറവാണ്. എങ്കിലും അങ്ങനെ ഒരു ടൈംസ് നമ്മൾ ഉപയോഗിക്കുന്നത് സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഈക്വൽ. എക്സ്പെൻഡിച്ചറും റവന്യൂ ഈക്വൽ ആയിട്ട് വരിക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്തുലിത ബഡ്ജറ്റ് എന്ന്. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ടെന്ന് കൂടി ഓർത്തിക്കുക. ഇനി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആരാണ്? ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. നമുക്കറിയാം ധനകാര്യ മന്ത്രാലയമാണ്, ധനകാര്യ മന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അപ്പൊ ധനകാര്യ മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം ധനകാര്യ മന്ത്രാലയത്തിന്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് DEA എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്നത് DEA. ഇവരാണ് ഈ ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു വിങ് ആണത്. അവരാണ് അതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് കണക്കാക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ
നോഡൽ ഏജൻസി ആയിട്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു വിങ് ആണ് ഓർത്തിക്കുക. അവരുടെ അവരാണ് ഇത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നവരായിരിക്കും യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ആരാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി ബഡ്ജറ്റ് എന്നാണ് അവതരിപ്പിക്കുന്നത്? ഏപ്രിൽ 1 അതോ മാർച്ച് 31 ഓർത്തിക്കുക. മിക്കവാറും ചോദ്യം വന്ന കുട്ടികളെ പറയാറ് ഏപ്രിൽ 1 എന്നൊക്കെയാണ് പറയാറ്. സാമ്പത്തിക വർഷം ആരംഭിക്കുള്ളത് കൊണ്ടാണ്. ഓർത്തിക്കുക, ബഡ്ജറ്റ് പൊതുവെ നോർമലി അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവതരിപ്പിക്കാറുള്ളത് ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി എന്ന് പറയുന്നത്. ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി, എല്ലാ വർഷത്തിലും ഫെബ്രുവരി അവസാനത്തെ ദിവസം, എല്ലാ വർഷത്തിലും ഫെബ്രുവരിയുടെ അവസാന ദിവസമാണ് പൊതുവെ ബഡ്ജറ്റ് അവതരിപ്പിക്കാറ്. പക്ഷേ 2017 മുതൽ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് വെച്ചാണ് ഫെബ്രുവരി 1 മാറിയിട്ട് ഫെബ്രുവരി 1. അപ്പോൾ ഓർത്തിക്കുക, ബഡ്ജറ്റ് പൊതുവെ അവതരിപ്പിക്കാറുള്ളത് ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി, എല്ലാ ഫെബ്രുവരി അവസാനത്തെ വർക്കിംഗ് ഡേയ്സ് ആണ് പൊതുവെ ബഡ്ജറ്റ് അവതരിപ്പിക്കാറ്. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്ന ശേഷം 2012 മുതൽ എന്തായി, ബഡ്ജറ്റ് ഫസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരി ആയിട്ട് മാറി, എല്ലാ ഫെബ്രുവരിയിലും ആദ്യ ദിവസമായിട്ട് മാറി എന്ന് ഓർത്ത് വയ്ക്കും. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതി. ഫിനാൻസ് മിനിസ്റ്റർ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്, ആ ഒരു വിങ് ആണ് നോഡൽ ഏജൻസി. അവരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതും. അത് അവതരിപ്പിക്കുന്ന യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. എല്ലാ വർഷവും ഫെബ്രുവരി ആദ്യ ദിവസം, അവസാന ദിവസമായിരുന്നു, അത് മാറി ആദ്യ ദിവസം ആയി മാറിയെന്നു ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്നത്. ഇനി ബഡ്ജറ്റ് ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന് വരാൻ നോക്കാം. ഓർമ്മിക്കുക, ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്താണ് 1860. ലോർഡ് കാനിങ് എന്നറിയുന്നത് ഇന്ത്യ വൈസ്രോയിയായ ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടത്തിൽ 1860 ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് എന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. ലോർഡ് കാനിങ് ആണ്. അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം അന്ന് ജെയിംസ് വിൽസൺ ആണ് 1860-61 ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ 1960 during the period of Lord Canning, and firstly budget in India is introduced by Lord കാനിങ്ങിന്റെ ശുപാർശ പ്രകാരം, ഞാൻ പറഞ്ഞു ലോർഡ് കാനിങ്ങിന്റെ ശുപാർശ പ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹം വൈസ്രോയിരിക്കുന്ന കാലത്ത് ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് ലോർഡ് കാനിങ്, ആൻഡ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെയിംസ് വിൽസൺ. ക്ലിയർ? അപ്പൊ ജെയിംസ് വിൽസൺ എന്ന് പറയുന്നതാണ് ഇന്ത്യ ആദ്യത്തെ ബഡ്ജറ്റ് 1860-61 ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി മോഡേൺ ബഡ്ജറ്റ്, നമുക്ക് ഇന്ത്യയിലെ ബഡ്ജറ്റ് നോക്കാം. ഇന്ത്യയിലെ നമ്മളെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലാനോബിസ് ആണ്. ആരാണ്? PC മഹലാനോബിസ് ആണ് ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലാനോബിസ് ആണ്. എങ്കിൽ പോലും ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ 1860-61 കാലഘട്ടമാണ്. ബഡ്ജറ്റ് ആരുടെ കാലഘട്ടത്തിലാണ്? നമ്മൾ ഈ പറഞ്ഞ ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടം. PC മഹലാനോബിസ് അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദെൻ ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യക്ക് ദാറ്റ് മീൻസ് 1947 ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. അതിനുശേഷം 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. ഇന്ത്യൻ ഭരണമാണ് നിലയിൽ വരുന്ന ഇന്ത്യ റിപ്പബ്ലിക്. ആ റിപ്പബ്ലിക് ആയതിനു ശേഷം ദാറ്റ് ഈസ് ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് R.K. ഷൺമുഖം ചെട്ടി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മലയാളിയായ ഡോക്ടർ ജോൺ മത്തായി സാർ. ഡോക്ടർ ജോൺ മത്തായി മറക്കണ്ട. സ്വതന്ത്ര ഇന്ത്യ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടി. അതേസമയം ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ദാറ്റ് മീൻസ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാണ്? ഡോക്ടർ ജോൺ മത്തായി എന്ന് പറയും. ഡോക്ടർ ജോൺ മത്തായി എന്ന മലയാളിയാണ്. ഇന്ത്യ കേന്ദ്ര ധനകാര്യമന്ത്രി ആദ്യത്തെ മലയാളി കൂടിയാണ് ഡോക്ടർ ജോൺ മത്തായി. അദ്ദേഹമാണ് ഈ റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിനുശേഷം 1952 ഏപ്രിൽ 3 രാജ്യസഭ രൂപം വന്നു. ഏപ്രിൽ 3 രാജ്യസഭ രൂപം കൊള്ളുന്നു. 52 ഏപ്രിൽ 17 ലോകസഭ രൂപം കൊണ്ടു. ആ ലോകസഭ രൂപം കൊണ്ടതിന് ശേഷം മീൻസ് പാർലമെന്റ് രൂപം കൊണ്ടതിന് ശേഷം ലോകസഭ രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖാണ്. ആരാണ്? CD ദേശ്മുഖാണ്. അപ്പൊ ഈ 3 പേരുകൾ മറക്കാതെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഒന്ന്, ഇന്ത്യയിൽ ആദ്യത്തെ ബഡ്ജറ്റ് എന്ന് ജെയിംസ് വിൽസൺ 1860 ബ്രിട്ടീഷ് പീരീഡിലാണ്. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആള് R.K. ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ബഡ്ജറ്റ് അവതരിപ്പിച്ച ആള് ആരാണ്?
ഡോക്ടർ ജോൺ മത്തയാണ്. ദെൻ ഇന്ത്യൻ പാർലമെന്റ് രൂപം കൊണ്ടതിന് ശേഷം എന്ന് വെച്ചാൽ രാജ്യസഭയും ലോകസഭയും രൂപം കൊണ്ടതിന് ശേഷം ബഡ്ജറ്റ് അവര് CD ദേശ്മുഖാണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കാം. ഇനി നമുക്ക് ഇതിലൊരു കാര്യം കൂടി പഠിക്കാനുള്ളത്, നമ്മൾ ജെയിംസ് വിൽസൺ ബഡ്ജറ്റ് അവതരിപ്പിച്ചു 1860 ജെയിംസ് വിൽസൺ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അന്ന് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പൊതുവെ ഏതാണ്? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഉണ്ട്. റെയിൽവേ ബഡ്ജറ്റ് ഉണ്ട്, ജനറൽ ബഡ്ജറ്റ് ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു അവതരിപ്പിച്ചത്. അതിനുശേഷം 1919 നമുക്കറിയാം ഒരു മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. മൊണ്ടാഗു ചെംസ്ഫോർഡ്, ഈ മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം ഒരു കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്യേണ്ട കമ്മീഷന്റെ പേരാണ് ആക്വർത്ത് കമ്മീഷൻ എന്ന് പറയുന്നത്. ആക്വർത്ത് കമ്മീഷൻ. ഈ ആക്വർത്ത് കമ്മീഷൻ 1920 രൂപം കൊള്ളുകയും ആ കമ്മീഷന്റെ ഒരു ശുപാർശ, ഒരു റെക്കമെൻഡേഷൻ പ്രകാരം ചെയ്യുന്നു ഈ റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റ് ഇൻ 1924. ക്ലിയർ ആയി പറഞ്ഞത്? On the recommendation of Ackworth Commission, railway budget and general budget separated in 1924. ഏകദേശം ഈ ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം 1924 മുതൽ നമ്മുടെ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ 1860 നമ്മുടെ ജെയിംസ് വിൽസൺ അവതരിപ്പിച്ച ആ കാലഘട്ടം മുതൽ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചായിരുന്നു. പക്ഷേ ഈ 1924 ശേഷം നമ്മുടെ ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം പിന്നെ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും എന്താക്കി മാറ്റി? സെപ്പറേറ്റ് ആക്കപ്പെട്ടു എന്നാണ്. അതിനുശേഷം അത് 24 ശേഷമാണ്. ദെൻ നമ്മുടെ ഈ മോഡേൺ ഇന്ത്യയിൽ നമ്മൾ എടുത്ത് നോക്കുക, ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് നരേന്ദ്രമോദി, നമ്മുടെ നരേന്ദ്രമോദിയുടെ ഈ കാലഘട്ടത്തിൽ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒന്നിപ്പിച്ചു. റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് യൂണിഫൈഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വൺ ഓഫ് ദി മെമ്പർ ഓഫ് നിതി ആയോഗ്, ദാറ്റ് ഈസ് ബിബേക് ഡിബ്രോയ്. ക്ലിയർ ആയോ? ഈ 2017 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വീണ്ടും ഒന്നിപ്പിച്ചു. 24 സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതാണ്. 2017 നമ്മുടെ 2017 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വീണ്ടും യൂണിഫൈ ചെയ്തിട്ടു. രണ്ടും ഒരുമിച്ചു ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ബിബേക് ഡിബ്രോയ്. ബിബേക് ഡിബ്രോയ് ആണ് വൺ ഓഫ് ദി മെമ്പർ ഓഫ് നിതി ആയോഗ്. നമ്മുടെ നിതി ആയോഗിലെ മെമ്പർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വീണ്ടും ഒന്നിച്ചു. ക്ലിയർ ആ 2 വർഷം അവിടെ പഠിക്കുന്നു. റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ് ഇൻ 1924 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് Ackworth Commission, and railway budget and general budget unified on the recommendation of Bibek Dibroy Committee in 2017. അപ്പോൾ 2017 വീണ്ടും രണ്ടും ഒന്നിപ്പിച്ചു. അപ്പോൾ 2017 നമ്മുടെ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒന്നിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫസ്റ്റ് യൂണിഫൈഡ് ബഡ്ജറ്റ്. അത് അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ഈ ഏകീകൃത ബഡ്ജറ്റ് 2017 ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അല്ലെ. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ? 2017 ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? അദ്ദേഹമായിരുന്നു ഈ യൂണിഫൈഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, അരുൺ ജെയ്റ്റ്ലി. മറക്കരുത്. അപ്പൊ 2017 ഈ യൂണിഫൈഡ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തി അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പൊ 2017 ഈ അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിക്കുമ്പോൾ അത് നേരെ ബാക്കിലേക്ക് നമ്മൾ എടുത്തു നോക്കുക. 2016 എന്തുണ്ട്? രണ്ട് സെപ്പറേറ്റഡ് ആയിരുന്നു. ഒരു റെയിൽവേ ബഡ്ജറ്റും ഉണ്ട്, ഒരു ജനറൽ ബഡ്ജറ്റ് ഉണ്ട്. അപ്പൊ 2016 റെയിൽവേ ബഡ്ജറ്റ് ഉണ്ട്, 2017 റെയിൽവേ ബഡ്ജറ്റ് ഇല്ല, രണ്ടും ഒരുമിച്ചാണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് റെയിൽവേ ബഡ്ജറ്റ് ഇൻ 2016. 2016 അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് ആണ്. അപ്പൊ ലാസ്റ്റ് റെയിൽവേ ബഡ്ജറ്റ് ഇൻ 2016 ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ദാറ്റ് മീൻസ് പ്രസന്റഡ് ബൈ. അങ്ങനെയാണെങ്കിൽ 2016 റെയിൽവേ ബഡ്ജറ്റ് അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് ആണ്. പിന്നെ റെയിൽവേ ഇല്ല, പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് ജനറൽ ബഡ്ജറ്റ് ആണ്. അപ്പൊ 2016 റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മറക്കണ്ട സുരേഷ് പ്രഭു ആണ്. ക്ലിയർ ആയില്ലോ? അപ്പൊ 2016 നമ്മുടെ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച് സുരേഷ് പ്രഭുവാണ്. 2017 ഏകീകൃത യൂണിഫൈഡ് ചെയ്ത ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച അരുൺ ജെയ്റ്റ്ലി. അതിനുശേഷം ഇപ്പൊ എല്ലാ വർഷവും നമ്മുടെ ബഡ്ജറ്റ് എല്ലാം എങ്ങനെയാണ്? യൂണിഫൈഡ് ബഡ്ജറ്റിന് ഏകീകൃത ബഡ്ജറ്റ് ആണ് നോക്കി. ക്ലിയർ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചില ഫീച്ചേഴ്സുകളുണ്ട്. ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചതാണ്, ഏറ്റവും കുറവ് അവതരിപ്പിച്ച, അങ്ങനെ ഷോർട്ടസ്റ്റ്, ലോങ്സ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, റെയിൽവേ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ RK ഷൺമുഖം റെഡ്ഡിയാണ്. റിപ്പബ്ലിക് ആയതിനു ശേഷം ജോൺ മത്തയാണ്. ദെൻ പാർലമെന്റ് രൂപം കൊണ്ടതിനു ശേഷം CD ദേശ്മുഖ് എന്ന് പറയും. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി, മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അദ്ദേഹം നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ, ലാൽ ബഹദൂർ ശാസ്ത്രി കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അദ്ദേഹം 10 ബഡ്ജറ്റാണ് ടോട്ടലി അവതരിപ്പിച്ചത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് നമ്പർ ഓഫ് ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ബൈ മൊറാർജി ദേശായി. ടോട്ടലി 10 ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ബൈ മൊറാർജി ദേശായി. ക്ലിയർ? അപ്പൊ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായാണ്. ഇനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മൊറാർജി ദേശായിയാണ് അവതരിപ്പിച്ചെങ്കിൽ ഇപ്പോൾ ഓർമ്മിക്കുക, മോസ്റ്റ് ടൈം ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ബൈ കോൺസിക്യൂട്ടീവ്ലി മീൻസ് കണ്ടിന്യൂസ്ലി ആയിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസായ നിർമ്മല സീതാരാമനാണ്. ക്ലിയർ ആണ്? ഏറ്റവും കൂടുതൽ തവണ മൊറാർജി ദേശായി നമ്മുടെ കോൺസിക്യൂട്ടീവ്ലി തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആള്
നമ്മുടെ നിർമ്മല സീതാരാമൻ 7 ബഡ്ജറ്റുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ചത്. അതേസമയം മൊറാർജി ദേശായി 6 മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ചുള്ളൂ. മൊറാർജി ദേശായി ഏറ്റവും കൂടുതൽ തവണയാണ് 10 തവണ. പക്ഷെ തുടർച്ചയായി കോൺസിക്യൂട്ടീവ്ലി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ച് നമ്മുടെ നിർമ്മല സീതാരാമനാണ് 7. മൊറാർജി ദേശായി അതേസമയം 6 മാത്രമേ അവതരിപ്പിച്ചുള്ളൂ. ഇനി ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ വനിത, ഫസ്റ്റ് വുമൻ ഇൻ ഇന്ത്യ പ്രസന്റഡ് ബഡ്ജറ്റ്. ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 1970-71 ബഡ്ജറ്റ് ഇന്ദിരാഗാന്ധിയാണ് അവതരിപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പക്ഷെ ഫിനാൻസ് മിനിസ്റ്റർ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയാണ് 1970-71 ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വനിത. രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമൻ തന്നെ. ക്ലിയർ ആയില്ലോ? അപ്പൊ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. രണ്ടാമത്തെ ആള് നിർമ്മല സീതാരാമനാണ്. ഏറ്റവും കൂടുതൽ തവണ മോസ്റ്റ് ടൈം ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ച ആള് മൊറാർജി ദേശായി 10. പക്ഷെ കോൺസിക്യൂട്ടീവ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ നിർമ്മല സീതാരാമൻ 7, മൊറാർജി ദേശായി 6 പറഞ്ഞത്. പിന്നെ അതിനുശേഷം മൻമോഹൻ സിംഗ് ടീമുകളൊക്കെ 9, 8 ആയിട്ട് അങ്ങനെ പോകുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇനി ഷോർട്ടസ്റ്റ് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പട്ടേലാണ്. HM പട്ടേൽ എന്ന് പറയുന്നത് അദ്ദേഹം 800 വാക്കുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലോങ്സ്റ്റ് ബഡ്ജറ്റ് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ സമയം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2020 ബഡ്ജറ്റായിരുന്നു. 2 മണിക്കൂറും 42 മിനിറ്റും 2 മണിക്കൂറും 42 മിനിറ്റുമാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആരായിരുന്നു? അതാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ ദൈർഘ്യമേറിയ ബഡ്ജറ്റാണ്. അത് നിർമ്മല സീതാരാമനായിരുന്നു. അപ്പൊ മറക്കേണ്ട, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് പട്ടേലാണ്. അതേസമയം ഏറ്റവും ലോങ്സ്റ്റ് ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റ് അവതരിച്ച് 2 മണിക്കൂറും 42 മിനിറ്റ് അത് നിർമ്മല സീതാരാമനാണെന്ന് കൂടി ഓർത്തുക. ടോട്ടലി ഇതേവരെ 73 ബഡ്ജറ്റ് സ്വതന്ത്രാനന്തര കാലഘട്ടത്തിന് ശേഷം ടോട്ടലി 73 ബഡ്ജറ്റുകളാണ് ഇന്ത്യയിലെ ഇതേ വാർഷിക ബഡ്ജറ്റുകൾ. ഇടക്കാല ബഡ്ജറ്റുകൾ വേറെ, ഇന്ത്യൻ ബഡ്ജറ്റുകൾ വേറെ വരണ്ടേ. നമുക്ക് ടോട്ടലി 14 ഇന്ത്യൻ ബഡ്ജറ്റുകളാണ് നമുക്ക് ആവശ്യമില്ല. ഇടക്കാല ബഡ്ജറ്റുകൾ 14. അതേസമയം ടോട്ടലി 73 ബഡ്ജറ്റുകളാണ് ഇതേവരെ നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചുള്ള കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിക്കുക. ആർട്ടിക്കിൾ മറക്കരുത് 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഈ ബഡ്ജറ്റ് വേറെ ഉപയോഗിക്കുന്ന വാക്ക്. ഇന്ത്യയിൽ ബഡ്ജറ്റ് ആരംഭിച്ചത് 1860 ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടമാണ് ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ഓർത്ത് വയ്ക്കുക. സ്വതന്ത്രാനന്തരം അവതരിപ്പിച്ച വ്യക്തി നമ്മൾ പറഞ്ഞു ആരാണ്? RK ഷൺമുഖം ചെട്ടി. റിപ്പബ്ലിക് ആയതിനു ശേഷം ആരാണ്? ജോൺ മത്തായി. അതേസമയം പാർലമെന്റ് രൂപം കൊണ്ടതിന് ശേഷം ലോകസഭ രൂപം കൊണ്ടതിന് ശേഷം ആരാണ്? CD ദേശ്മുഖ്. ലോകസഭയിലാണ് പൊതുവെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. രാജ്യസഭയിൽ അത് ചർച്ച ചെയ്യാനുള്ള അധികാരം മാത്രമല്ല, റെക്കമെൻഡേഷൻ ചെയ്യാനോ വോട്ടിനിടാനോ എന്നുള്ള അധികാരം രാജ്യസഭയിലില്ല. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിക്കുക. തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ കൂടെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ബഡ്ജറ്റ് പൊതുവെ അവതരിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു ഫെബ്രുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. അത് മാറി ഇപ്പോൾ ഫെബ്രുവരി ഫസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചായിരുന്നു അവതരിപ്പിച്ചത്. 1924 മുതൽ രണ്ടും സെപ്പറേറ്റ് ചെയ്തു. ഏത് കമ്മീഷൻ ശുപാർശ പ്രകാരം? ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ്. ദെൻ അതിനുശേഷം ഇൻ 2017 റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് യൂണിഫൈഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ബിബേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ രണ്ടും കൂടി വീണ്ടും ഒന്നിച്ചു. ഇതാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ തവണ അവതരിക്കും മൊറാർജി ദേശായി. കോൺസിക്വന്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ നിർമ്മല സീതാരാമൻ. ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമൻ. ഏറ്റവും ഷോർട്ടസ്റ്റ് നമ്മൾ പറഞ്ഞു പട്ടേലാണ്. അതേസമയം സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നും അല്ല കേട്ടോ, HM പട്ടേലാണ്. അതിനുശേഷം ഏറ്റവും ദൈർഘ്യമേറിയത് നിർമ്മല സീതാരാമൻ 2020 ബഡ്ജറ്റാണ്. ഇതിന് 2 മണിക്കൂർ 42 മിനിറ്റാണ് നടന്നത്. ക്ലിയർ ആയില്ലോ? ടോട്ടലി ഇതേവരെ 73 ബഡ്ജറ്റുകളും 14 ഇടക്കാല ബഡ്ജറ്റുകളാണ് ഇന്ത്യയിൽ ഇതേവരെ അവതരിപ്പിച്ചുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇത്രയും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന വാട്സാപ്പ് നമ്പറിൽ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസുകൾ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതെല്ലാവർക്കും ബൈ.